അപ്പോൾ സുഹൃത്തുക്കളെ 2 ദിവസം മുമ്പ് ഞാൻ എൻ്റെ വീട്ടിലെ മീറ്റർ കുത്തി തുറക്കുന്നതുമായി ബന്ധപ്പെട്ടൊരു വീഡിയോ ഇട്ടിരുന്നു. അഥവാ ഇഞ്ചക്ഷൻ കുക്കർ ഉപയോഗിക്കാതിരുന്നിട്ട് എത്ര യൂണിറ്റ് ലാഭം കിട്ടി എന്ന് പറഞ്ഞിട്ടൊരു വീഡിയോ ഇട്ടിരുന്നു. ട്രോളോട് ട്രോള്, അഥവാ പല ആളുകളും പല തരത്തിലാണ് എന്നോട് പ്രതികരിച്ചത്. എന്നോട് ഒരു വിദഗ്ധൻ ഒരു കമൻറ്റ് ഇട്ടതാണ്, മെയിൻ സ്വിച്ച് ഓഫാക്കിയ പോരെ എന്നാൾക്ക് മിനിമം അല്ലേ വരുള്ളൂ എന്ന്. അവൻ പറഞ്ഞത് കറക്റ്റാണ്. പക്ഷേ നമ്മളൊക്കെ ശ്രദ്ധിക്കാത്തൊരു വിഷയമുണ്ട്. നമ്മുടെയൊക്കെ വീട്ടിൽ കറണ്ട് കണക്ഷനുള്ള ഫ്രിഡ്ജുള്ള വീട്ടിൽ 24 മണിക്കൂറും വർക്ക് ചെയ്യുന്നൊരു സാധനമാണ് ഫ്രിഡ്ജ്. ഒരു ഫ്രിഡ്ജ് ഒരു വർഷം ഉപയോഗിച്ചാൽ എത്ര യൂണിറ്റ് കറണ്ട് വരുന്നത് ആർക്കെങ്കിലും അറിയോ? അറിയുന്നവരൊന്ന് കമൻറ്റ് ഇട്ടോ. അത് മാത്രമല്ല, അതുമായി ബന്ധപ്പെട്ട് ഏതൊക്കെ തരത്തിൽ നമുക്ക് കറണ്ട് ബില്ല് കുറക്കാം എന്നുള്ള നിലവിൽ ഞാൻ എൻ്റെ ഒരു സുഹൃത്തിൻ്റെ ഒരു പരിചയക്കാരൻ്റെ കടയ്ക്ക് കയറി ചെല്ലുകയാണ്. അതൊരു ഫ്രിഡ്ജും ടി വിയൊക്കെ വിൽക്കുന്ന ഒരു കടയാണ്. നമുക്ക് ഏതൊക്കെ സാധനങ്ങൾ ഏതൊക്കെ യൂണിറ്റിലാണ് എത്രയൊക്കെ യൂണിറ്റിലാണ് വർക്ക് ചെയ്യുന്നുള്ളതെന്ന് കറക്റ്റായിട്ട് ചോദിച്ച് മനസ്സിലാക്കാം. അതിലൊരു കമൻറ്റ് ഇട്ടിട്ടുണ്ട് ഒരാൾ, ഫ്രിഡ്ജും എ സിയും എല്ലാം ഒഴിവാക്കിയാൽ മതി എന്നാലും ഈ മിനിമല്ലേ വരുള്ളൂ വെച്ചിട്ട്. അപ്പോൾ നേരെ നമുക്ക് ആ കടയിൽ പോയിട്ട് കാര്യങ്ങളൊക്കെ അത് ഡീറ്റെയിൽ ആയിട്ട് ചോദിച്ചറിയാം. ഫ്രിഡ്ജിന് എത്ര യൂണിറ്റ് കറണ്ട് വരും നിങ്ങൾക്ക് അറിയണ്ടേ? പോരെ, ഇത് നോക്കി, ഇതാണ് ഷോപ്പ്. ബേയ്മെൻറ്റ് എന്ന് പറഞ്ഞൊരു ഷോപ്പാണ്. എന്തായാലും ഞാൻ കുടുങ്ങി. ട്രോളോട് ട്രോള് കിട്ടി. ഇനിയിപ്പോൾ എന്താ സംഭവം ഇതൊക്കെ കറക്റ്റായിട്ട് ഓരോ സംഭവം ഉപയോഗിക്കുമ്പോഴും എൻ്റെ കാര്യങ്ങളൊന്നും മനസ്സിലാക്കണല്ലോ. ഇവിടെ ആരുമില്ലേ? ആ ഉണ്ടല്ലേ. സർഫുക്ക, ഞാൻ 2 ദിവസം ഒരു വീഡിയോ ഇട്ടിരുന്നു. കണ്ടിരുന്നോ? കമന്റ് വായിച്ചു നിങ്ങള്? ഇല്ല അല്ലേ? എന്നാ ആകെ എയറിലാണ് ഈ മൈക്കൊന്ന് കുത്തുണ്ട് കേട്ടോ. പിന്നെ ഇഞ്ചക്ഷൻ കുക്കർ ഒഴിവാക്കിയിട്ട് എനിക്ക് ഏകദേശം ഒരു 10-20 ദിവസം കൊണ്ടൊരു 60-70 യൂണിറ്റ് ലാഭം കിട്ടി പറഞ്ഞിട്ട് വീഡിയോ ഇട്ട്. ഞാൻ നല്ലത് വിചാരിച്ചിട്ടാണ്. പക്ഷേ അതിൽ ഒരുപാട് ആളുകൾ കമന്റ് ഉണ്ട്, ചങ്ങായി കണക്ക് മെയിൻ സ്വിച്ച് കൊണ്ട് ഓഫ് ആക്കി വെച്ചാൽ പോരെ, മിനിമം അല്ലേ വരുള്ളൂ. അതേപോലെ തന്നെ ഈ ടി വി ഫ്രിഡ്ജ് ഒക്കെ ഉപയോഗിക്കാതിരുന്നാലും മതി, അപ്പോഴും മിനിമേ വരുള്ളൂ. അപ്പൊ എനിക്ക് ചെറിയൊരു ഡൗട്ട്, ഈ 24 മണിക്കൂറും പ്ലഗിലിട്ട് സ്വിച്ച് ഇട്ട് ഓഫ് ആക്കാത്ത ഒരു സാധനമാണ് എന്ത്? ഫ്രിഡ്ജ് അല്ലേ? അത് ഉപയോഗിക്കുമ്പോൾ നമുക്ക് എത്രത്തോളം യൂണിറ്റ് വരും? അത് നിങ്ങൾ കറക്റ്റ് ആയിട്ട് ഒന്ന് പറഞ്ഞു തരണം. പിന്നെ ആദ്യമായിട്ട് പറയാനുള്ളത്, നിങ്ങളെ വീഡിയോ ഞാൻ കണ്ടിരുന്നു. ഇൻഡക്ഷൻ കുക്കർ എന്ത് ചെയ്യാം, ആളുകൾക്ക് ഒഴിവാക്കാം, ഓപ്ഷൻ ഉണ്ട്. കാരണം വിറക് ഉപയോഗിക്കാം, ഗ്യാസ് ഉപയോഗിക്കാം, ബയോഗ്യാസ് ഉപയോഗിക്കാം. പക്ഷെ ഫ്രിഡ്ജിന് എന്തില്ല, ഒരു ഓപ്ഷനും ഇല്ല. എല്ലാ വീട്ടിലും എന്ത് ചെയ്യും, 24 hours ഇത് ഓൺ ആയിരിക്കും. അതെ. അപ്പൊ ഏറ്റവും കൂടുതൽ കറണ്ട് എടുക്കുന്ന ഒരു സാധനമാണ് ഫ്രിഡ്ജ്. അപ്പൊ ഇതിൽ പല കാറ്റഗറി ഉണ്ടല്ലോ, 3 സ്റ്റാർ, 4 സ്റ്റാർ. ഞാൻ പറഞ്ഞു തരുന്നത്, ഇപ്പൊ നമ്മൾ സിംഗിൾ ഡോർ ആണെങ്കിൽ മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ളത് 2 സ്റ്റാർ മുതൽ 5 സ്റ്റാർ വരെ സിംഗിൾ ഡോർ ഫ്രിഡ്ജ് അവൈലബിൾ ആണ്. സിംഗിൾ ഡോറിൽ കിട്ടും. സിംഗിൾ ഡോറിൽ കിട്ടും. അപ്പൊ ഒരു ഉദാഹരണത്തിന് ഒരു 3 സ്റ്റാർ 24 മണിക്കൂർ അഥവാ 24 ഒരു വർഷം മുഴുവൻ ഉപയോഗിക്കും. 24 മണിക്കൂർ എന്നല്ല, ജീവിതകാലം മുഴുവൻ ചിലപ്പോൾ കറണ്ട് പോകുമ്പോൾ മാത്രമേ ഓഫ് ആവുള്ളൂ. അപ്പൊ നമ്മളൊരു 3 സ്റ്റാർ ഉദാഹരണത്തിന് ഒരു വർഷം ഉപയോഗിച്ചാൽ അല്ലെങ്കിൽ ഒരു ദിവസം ഉപയോഗിച്ചാൽ എത്ര യൂണിറ്റ് ഏകദേശം വരും? ഇതൊരു വർഷത്തെ കണക്കാണ്. ഒരു വർഷം ഈ ഫ്രിഡ്ജ് 3 സ്റ്റാർ ഫ്രിഡ്ജ് ഓഫ് ആക്കാതെ ഉപയോഗിക്കുകയാണെങ്കിൽ 172 യൂണിറ്റ് ആണ് ഒരു വർഷത്തിൽ വരുള്ളൂ. അതെ. അതന്നെ 4 സ്റ്റാറിലേക്ക് പോകുമ്പോൾ 4 സ്റ്റാറിലാണെങ്കിൽ 155 യൂണിറ്റ് വരുള്ളൂ. അതന്നെ 5 സ്റ്റാറിലേക്ക് പോവാണെങ്കിൽ 131 യൂണിറ്റ് വരുള്ളൂ. അപ്പൊ ഫ്രിഡ്ജ് വല്ലാതെ വൈദ്യുതി തിന്നുന്നില്ല? ഇല്ല, തിന്നുന്നില്ല. ആകെ ഒരു വർഷത്തെ കണക്കാണ് പറഞ്ഞത്. 365 ദിവസം ഈ ഫ്രിഡ്ജ് ഓൺ ആക്കിയിട്ട് കഴിഞ്ഞാൽ ഇത്ര ബില്ലേ വരും. അത് സിംഗിൾ ഡോറിലല്ലേ ഈ 5 സ്റ്റാർ വരുള്ളൂ? സിംഗിൾ ഡോറിലാണ് 5 സ്റ്റാർ വരെയുള്ള ഫ്രിഡ്ജ് ഉള്ളത്. ഡബിൾ ഡോർ ആണെങ്കിൽ 2 സ്റ്റാറും 3 സ്റ്റാറും കോമൺ ആയിട്ടുള്ളത്. പിന്നെ ഒരു ഫ്രിഡ്ജ് ഉണ്ട്, ഒരു CFL ബൾബിന്റെ എനർജി മാത്രം ചെലവാക്കുന്ന ഒരു ഫ്രിഡ്ജിന്റെ ഞാൻ കാണിച്ചു തരാം. ആദ്യം നമുക്ക് ഇതിന്റെ 2 സ്റ്റാറിലാണെങ്കിൽ 265 യൂണിറ്റ് ആണ് ഒരു വർഷം ഉപയോഗിച്ചാൽ വരും. ഡബിൾ ഡോർ ആണ്, ഡബിൾ ഡോർ ആണ്. 265 യൂണിറ്റ്. അതെ. അതിന് 3 സ്റ്റാർ പോവാണെങ്കിൽ 232 യൂണിറ്റ്, 33 യൂണിറ്റിന്റെ മാറ്റം ഒരു വർഷം ഉപയോഗിച്ചാൽ ഈ ഫ്രിഡ്ജ് മാറ്റം വരും. ഇനി ഇതിന് കുറച്ച് കണ്ടീഷൻസ് ഉണ്ട്. അതായത് ഇപ്പൊ ഈ ഫ്രിഡ്ജിന്റെ കപ്പാസിറ്റി 242 ലിറ്റർ ആണ്. അപ്പൊ ഫ്രിഡ്ജ് നമ്മുടെ വീട്ടിൽ ഒരു ഫ്രിഡ്ജ് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യരുത്, എല്ലാ സാധനങ്ങളും കൂടി എന്ത് ചെയ്യരുത്, അതിൽ കൊണ്ടിട്ട് കുത്തി നിറക്കരുത്. പല വീട്ടിൽ ചെന്നിട്ടും ഫ്രിഡ്ജ് തുറന്നു നോക്കി കഴിഞ്ഞാൽ അതിലില്ലാത്ത ഐറ്റം സ്ഥലം ഉണ്ടാവില്ല. അപ്പൊ നമ്മൾ ഉപയോഗിക്കുന്നിടത്തും കുറെ കാര്യങ്ങൾ ശ്രദ്ധിക്കാണ്ട്. കണ്ടമാന സാധനങ്ങൾ കുത്തി നിറച്ചു കഴിഞ്ഞാൽ ഈ കാണുന്നതൊക്കെ എന്ത് ചെയ്യും, കൂടും. ഈ 252 അതൊക്കെ കൂടി പോകും. പിന്നെ എപ്പോഴും അടക്കുക തുറക്കുക, ഇതിലൊക്കെ എന്ത് ചെയ്യും, മാറ്റങ്ങൾ വരും. ഇതിപ്പോ നോർമൽ
കണ്ടീഷനിലാണ് ഈ എല്ലാ കമ്പനി കേന്ദ്ര ഗവൺമെന്റ് പിന്നെ അംഗീകരിച്ച സ്റ്റാർ റേറ്റിംഗുകളാണ്. അവരെന്നെ ഓരോ വർഷത്തിൽ മാറലുണ്ട്. മാറുമ്പോൾ എന്ത് ചെയ്യും, അവര് പത്രത്തിൽ ഔട്ട് ചെയ്യും. 3 സ്റ്റാർ ആണെങ്കിൽ അതിന്റെ വൈദ്യുതി ഇത്രയാണ് വരുന്നുണ്ട്, ഈ സ്റ്റാർ റേറ്റിംഗ് ഒക്കെ എന്ത് ചെയ്യും, അവർ കാണിക്കും. ഒരാൾക്കും ഇതിൽ ഉടായ്പ നടത്താൻ കഴിയില്ല. അപ്പൊ ഇതൊക്കെ ഓക്കെ. നിങ്ങൾ നേരത്തെ ഒരു കാര്യം പറഞ്ഞു, CFL കത്തുന്ന ചാർജ് ഒരു ഫ്രിഡ്ജ് ലാസ്റ്റ് പറയാൻ എനിക്കൊന്ന് കാണണം. അതേതാ കമ്പനി ഏതാ? ഇത് വേൾപൂൾ ആണ്. വേൾപൂൾ കമ്പനി പുറത്തിറക്കിയ ഫ്രിഡ്ജാണ്. വേൾപൂളിനെ കുറിച്ച് അറിയാലോ, അമേരിക്കൻ കമ്പനിയാണ്. ഇവർക്ക് മാത്രം ഇങ്ങനത്തെ ഒരു ഫ്രിഡ്ജ്, ഒരു CFLന്റെ എനർജി ചാർജ് മാത്രമേ ഒരു വർഷം ഉപയോഗിച്ചാൽ ഒരു വർഷം ഒരു CFL കത്തുന്ന എനർജി ഇതിന് വരുള്ളൂ. ഇത് ഏതാ ഡോർ? സിംഗിൾ ഡോർ അല്ല, ഇത് 3 ഡോറും കൂടിയാണ്. 3 ഡോറും 3 ഡോർ ആണ്. ഇങ്ങനെ 3 ഡോർ ഉണ്ട്. ഇത് വേൾപൂൾ കമ്പനിക്ക് മാത്രം ഇങ്ങനത്തെ ഒരു ഫ്രിഡ്ജ്, വേറൊരു കമ്പനിക്കും ഇല്ല. 3 ഡോർ ആയിട്ടല്ല, ഈ CFL കത്തുന്ന എനർജി ചെലവാക്കുന്ന വളരെ ലോ റേഞ്ച് വരുള്ളൂ. ലോ റേഞ്ച് വരുള്ളൂ. ഓക്കെ. പിന്നെ ഇപ്പോ ശ്രദ്ധിക്കേണ്ട കേസുകൾ ഇപ്പോ എസിയും കാര്യങ്ങളൊക്കെയാണ് അല്ലേ? AC വർഷക്കാലാണ്. പിന്നെ ഇതുപോലെ വരുന്നില്ല, ഇത് 24 hours. നിങ്ങൾ പറഞ്ഞ പ്ലഗിലാണ് കുത്തിയ ഇട്ട പിന്നെ ഓഫാക്കലില്ല. പിന്നെ കുത്തി നടക്കാന്നോ നോക്കാറ്. അതൊക്കെ പോരൊക്കെ ഏതായാലും വന്നല്ലേ നിങ്ങൾ മനസ്സിലാ, ഓണൊക്കെ അല്ലേ വരണേ? ഓഫർ ഒന്നും നിങ്ങൾക്ക് അടിപൊളി ഓഫറാണ് ഓണായിട്ട് നമ്മൾ കൊടുക്കുന്നത്. ഏതായാലും ഞങ്ങൾ അറിയാൻ വേണ്ടി വന്നാണ്. കൂട്ടത്തിൽ ഇതും കൂടിയാണ് നടക്കുക, നിങ്ങൾ പ്രൊമോഷനോടെ നടക്കട്ടെ. എന്താ ഓഫറില്? ഓണായിട്ട് നമ്മൾ EMI കൊടുക്കുന്ന ഒരു സ്ഥാപനമാണ്. വളാഞ്ചേരിയിലാണ് സ്ഥാപനം. വളാഞ്ചേരിക്ക് 40 കിലോമീറ്റർ ചുറ്റളവിലാണ് നമ്മുടെ സേവനം. വളാഞ്ചേരി സറൗണ്ടിങ് അതെ, 40 കിലോമീറ്റർ ചുറ്റളവിൽ നമ്മുടെ സേവനം ലഭ്യമാണ്. EMI ആയിട്ടാണ് നമ്മൾ എല്ലാ പ്രൊഡക്റ്റും കൊടുക്കുന്നത്. ഒന്നുമില്ല, ഒരു പ്രോസസിംഗ് ചാർജ് കാര്യങ്ങളോ ഒന്നുമില്ല. ബാങ്കോ ഫിനാൻസ് കമ്പനികളോ ഒന്നും ബുദ്ധിമുട്ടിക്കാൻ വരില്ല. ഒരു ബാങ്കേരോ ആരും നിങ്ങളെ തേടി പിന്നെ കസ്റ്റമറെ തേടി പോകില്ല. ബാങ്കേരോ ഫിനാൻസ് കമ്പനികളോ ഒന്നും നിങ്ങളെ ബുദ്ധിമുട്ടിക്കാൻ വരില്ല. പിന്നെ 40 കിലോമീറ്റർ ആണെന്ന് കരുതിയിട്ട് എന്ത് ചെയ്യണം, നമ്മൾ ഷോപ്പിലേക്ക് വരാൻ പഠിക്കും വേണ്ട. ഒരു കോൾ ചെയ്താൽ മതി, ഇങ്ങോട്ട് വരണമെന്നില്ല. കോൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു ഫ്രിഡ്ജാണ് വേണ്ടതെങ്കിൽ, ഡബിൾ ഡോർ ഫ്രിഡ്ജാണ് വേണ്ടതെങ്കിൽ ഡബിൾ ഡോർ ഫ്രിഡ്ജിന്റെ ഫോട്ടോസ്, അതിന്റെ റേറ്റ് കാര്യങ്ങളൊക്കെ നമ്മൾ വാട്സപ്പ് ചെയ്ത് കൺഫേം ആണെങ്കിൽ നമ്മുടെ വീട്ടിൽ കണ്ട് എത്തിച്ചു തരും. പിന്നെ ഓണായിട്ട് ഈ കാണുന്ന ഏത് പ്രൊഡക്റ്റ് എടുക്കുകയാണെങ്കിലും ആദ്യം 1999 രൂപ മാത്രം ആദ്യം തന്നാ മതി. 2000 പോകലിട്ട് പോകുന്ന വിളിച്ചാൽ മതി. സാധനം വീട്ടിൽ എത്തിക്കുമ്പോൾ പൈസ കൊടുത്താൽ മതി. അത് ഈ പറയപ്പെട്ട നമ്മൾ നേരത്തെ സിംഗിൾ ഡോർ ആണെങ്കിലും ഡബിൾ ഡോർ ആണെങ്കിലും നേരത്തെ കാണിച്ച വേൾപൂളിന്റെ ഫ്രിഡ്ജ് ആണെങ്കിലും അതിനൊക്കെ തന്നെ AC ആണെങ്കിലും 1999 രൂപ മാത്രമേ ആദ്യം വേണ്ടുള്ളൂ. പിന്നെ വേറെ എന്തെങ്കിലും ഇപ്പൊ വർഷക്കാലാണ്, വസ്ത്രങ്ങൾ അരക്കാനും ഉണക്കാനൊക്കെ ആളുകൾ വളരെ ബുദ്ധിമുട്ടാണ്. അപ്പൊ ഏതൊരു സാധാരണക്കാർക്കും നമുക്ക് എന്ത് ചെയ്യാം, ഒരു വാഷിംഗ് മെഷീൻ ഒക്കെ വാങ്ങാൻ പോണായിട്ട് അതും 1999 രൂപയുടെ പിന്നെ നമ്മുടെ കയ്യിലൊക്കെ ബ്രാൻഡഡ് സാധനങ്ങളാണ്. വേൾപൂള്, LG, സാംസങ് ഇന്റർനാഷണൽ ബ്രാൻഡുകളാണ്. വോൾട്ടാസ് ഈ സാധനങ്ങളൊക്കെ ഈ പറഞ്ഞ 1999 മാത്രം ആദ്യം തന്നാൽ മതി. എല്ലാം ഫ്രിഡ്ജും വാഷിംഗ് മെഷീനും ഒക്കെ എല്ലാം ഈ കാണുന്ന ഏത് പ്രൊഡക്റ്റ് ആണെങ്കിലും ഈ ഒരു ഷോപ്പിൽ ഇൻവെർട്ടർ, കറണ്ട് ഇല്ല, ഇൻവെർട്ടർ ഉണ്ട്, എല്ലാവിധ ഇൻവെർട്ടറും ഉണ്ട്. ഒക്കെ 1999 മാത്രം ആദ്യം തന്നാൽ മതി. ഇതൊക്കെ ഇൻവെർട്ടേഴ്സിന്റെ ബാറ്ററികളാണ്. ബാറ്ററികളാണ്, ഇത് ഇൻവെർട്ടറുകളാണ്. ഒക്കെ ബ്രാൻഡഡ് സാധനങ്ങൾ മാത്രമേ ഉള്ളൂ. അഥവാ പിന്നെ ഒരു 10,000, 6,000 ഉറുപ്പിക ഉണ്ടെങ്കിൽ എല്ലാ സാധനങ്ങളും ഫ്രിഡ്ജും വാഷിംഗ് മെഷീനും ഒക്കെ കൊണ്ടുപോകും. ഫർണിച്ചറും ഉണ്ട് നമ്മുടെ കയ്യിൽ. നമ്മുടെ ഷോറൂമിന്റെ തൊട്ടടുത്തുണ്ട്. എല്ലാവിധ ഫർണിച്ചറും നമ്മുടെ അവൈലബിൾ ആണ്. അതും ഇതേപോലെ തന്നെയാണ്. ഇതേപോലെ തന്നെ. വേറെ എന്തെങ്കിലും ഓഫർ ഉണ്ടോ ഓണായിട്ട് പോലെ? പിന്നെ നമ്മൾ എല്ലാ പർച്ചേസിനും ഗിഫ്റ്റ് ഉണ്ട്. എല്ലാ പർച്ചേസിനും ഗിഫ്റ്റ് ഉണ്ട്, സർപ്രൈസ് ഗിഫ്റ്റ് ഉണ്ട്. പിന്നെ തെരഞ്ഞെടുത്ത 25 പേർക്ക് ഗോൾഡ് കോയിൻ ഉണ്ട്. അത് സ്പെഷ്യൽ ഓണം ഓഫർ. അതെ, നമ്മളിന്ന് പർച്ചേസ് ചെയ്ത തെരഞ്ഞെടുത്ത 25 ആൾക്ക് നമ്മൾ ഗോൾഡ് കോയിൻ കൊടുക്കുന്നുണ്ട്. അതെ അതെ. ഓക്കെ. അപ്പൊ എന്തായാലും മക്കളെ ഓണത്തിന് ഒന്നും നോക്കണ്ട. ഇത് കറക്റ്റ് വളാഞ്ചേരി എവിടെ? വളാഞ്ചേരി കോഴിക്കോട് റോഡിലാണ്. വളാഞ്ചേരി നിങ്ങളെ വിളിച്ചാൽ മതി. നമ്പറിൽ വിളിച്ചാൽ മതി, നമ്മളൊക്കെ വാട്സ്ആപ്പ് ചെയ്ത് കൊടുക്കും. നമ്പർ എന്തായാലും ഇവിടെ കൊടുക്കുന്നുണ്ട്, ഇവിടെ നോക്കിക്കൊടുത്താ. ഇത്രയും വലിയ അത്യാവശ്യം എല്ലാ സാധനങ്ങളും ഇല്ല, വലിയൊരു ഷോപ്പാണ്. പിന്നെ ഓണം പ്രമാണിച്ച് ഇതേപോലെ പൊതിഞ്ഞു കെട്ടിയ സർപ്രൈസ് ഗിഫ്റ്റ് ഉണ്ട്. എത്ര ആൾക്കാണ് തെരഞ്ഞെടുത്തത്? 25 പേർക്ക്. പിന്നെ കമ്പനികളുടെ സ്പെഷ്യൽ സമ്മാനങ്ങൾ വേറെ ഉണ്ട്. ഇപ്പൊ ഒരു വേൾപൂളിന്റെ ഫ്രിഡ്ജാണ് വാങ്ങുമെങ്കിൽ അവരുടെ സമ്മാനങ്ങളുണ്ട്, LGയുടെ സമ്മാനങ്ങളുണ്ട്, ഗോദ്രേജിന്റെ സമ്മാനങ്ങളുണ്ട്. എല്ലാ കമ്പനികളുടെ സമ്മാനങ്ങളും. മക്കളൊക്കെ ആയിട്ട് ഹോട്ടലിൽ ഇറങ്ങുന്ന പൈസ കൊണ്ട് വന്നു കഴിഞ്ഞാൽ നല്ല അടിപൊളി സാധനങ്ങളായിട്ടാണ് പോകുന്നത്. അത്രയാണ് കാര്യങ്ങൾ അല്ലേ? ഓക്കെ. അപ്പൊ നോക്കി വീണ്ടും ഞാൻ കാണിച്ചു തരണത് ഈ കാണുന്ന മുഴുവൻ സാധനങ്ങൾ കേട്ടോ 1999 രൂപയോട് കയറി കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു സാധനം എടുത്ത് നിങ്ങൾക്ക് പോവാം.
അതിൽ നമ്മൾ അപ്പൊ ഏതായാലും കാരണം ഇത്രയും നേരങ്ങളെ ഈ ഫ്രിഡ്ജിന്റെ കറണ്ട് ബില്ലും പറഞ്ഞ പ്രത്യേകം ശ്രദ്ധിക്കാനുള്ളത് വളാഞ്ചേരിക്ക് 40 കിലോമീറ്റർ ആണ്. അതായത് ഇപ്പൊ ഇവിടുന്ന് വളാഞ്ചേരി പെരിന്തൽമണ്ണ കുറച്ച് അപ്പുറം വരെയുണ്ട്. ഇങ്ങോട്ടാണെങ്കിൽ ചാവക്കാട് ചങ്ങനകുളം ആ ഭാഗത്ത് വരെയുണ്ട്. കോഴിക്കോട് റോഡിലാണെങ്കിൽ രാമനാട്ടുകര അതുവരെ ഡിസംബർ ആ ഭാഗത്തുണ്ട്. അതെ വളാഞ്ചേരി നൂല് പിടിച്ച് വട്ടം കറക്കാൻ 40 കിലോമീറ്റർ അതെ ഏകദേശം അത്രേ ഉള്ളൂ. അപ്പൊ 40 കിലോമീറ്റർ സറൗണ്ടിങ് ദൂരത്തില് വളാഞ്ചേരിയുടെ ചുറ്റുഭാഗത്തുള്ള ആർക്കും കിട്ടും. അതെ അതെ. അതിൽ സിവിലോ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഇല്ല 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 ഒരു കുഴപ്പമില്ല. ഇല്ല ഇല്ല സാധനങ്ങൾ കൊണ്ടുപോകാം. സാധനം വിളിച്ചാൽ നമ്മൾ വീട്ടിൽ എത്തിക്കാം. നിങ്ങൾക്ക് വരും വേണ്ട. ഏറ്റവും ഏതാ കമ്പനി ഏതാന്ന് നോക്കി കഴിഞ്ഞാൽ നേരിട്ട് വരുന്ന സാധനങ്ങൾ വന്ന് കണ്ട് ഇഷ്ടപ്പെട്ട് പർച്ചേസ് അങ്ങനെയും പോവാം. ഈ വരണ്ട എന്ന് നിർബന്ധം നമ്മൾ വന്ന് ബുദ്ധിമുട്ടുണ്ടെന്ന് കരുതിയിട്ടാണ് അങ്ങനെ പറയുന്നത്. അപ്പൊ അങ്ങനെയാണ് ഇതേ. ഇനി ഞാൻ വീണ്ടും വീണ്ടും പറയാം. കാരണം എന്താ പറയുക, ഇത്രയും കാര്യങ്ങൾ നമുക്ക് ഓരോ പിന്നെ ഫ്രിഡ്ജിന്റെ യൂണിറ്റും കാര്യങ്ങളൊക്കെ മൂപ്പര് പറഞ്ഞതാണ്. അപ്പോൾ മൂപ്പരെ കടയിൽ വന്നിട്ട് നമ്മളൊരു വീഡിയോ ചെയ്യുമ്പോൾ മൂപ്പർക്ക് എന്തെങ്കിലുമൊക്കെ ഒരു ഉപകാരം വേണ്ട. അതിനനുസരിച്ച് സെറ്റപ്പ് ഞാൻ പറഞ്ഞു എന്നുള്ളൂ. അപ്പോൾ 1999 രൂപയായിട്ട് വരിക. ഈ കാണുന്ന ഫ്രിഡ്ജോ പിന്നെ വാഷിംഗ് മെഷീനോ ഇൻവേർട്ടറോ എന്താ കൊടുക്കാം. അപ്പോൾ ചെറുപ്പൊക്കെ വേറെ എന്തെങ്കിലും പറയണ്ട? ഇനി വേറെ ഒന്നും പ്രത്യേകിച്ച് പറയാനില്ല. ഇനിയിപ്പോൾ ഇതിനെന്തൊക്കെ വരുമെന്ന് എനിക്കൊരു ഐഡിയ ഇല്ല. എന്തായാലും നിങ്ങൾ പറഞ്ഞു തന്നെ ഒരുപാട് നന്ദി. കാരണം ഇത് ആരും പറഞ്ഞു തരില്ല. നമുക്ക് പരിചയമുള്ള ഒരു കടയിൽ കയറിയിട്ട് ഈ പിന്നെ വാട്ടും അല്ലെങ്കിൽ യൂണിറ്റും ഞാൻ ചിന്തിച്ചാൽ പിന്നെ ഇൻഡക്ഷൻ കുക്കർ എന്തായാലും ഒഴിവാക്കാം. ഓപ്ഷനുകൾ ഉണ്ടല്ലോ തീർച്ചയായിട്ടും. പക്ഷേ ഒരു വീട്ടിലെ ഫ്രിഡ്ജ് ഒരിക്കലും ഒഴിവാക്കാനും കഴിയില്ല, ഓഫാക്കാനും കഴിയില്ല. ഫ്രിഡ്ജിന് നിങ്ങൾ നേരത്തെ പറഞ്ഞ പോലെ വേറെ ഓപ്ഷൻ ഇല്ല. ഇൻഡക്ഷൻ കുക്കറാണ് പല ഗ്യാസിലൊക്കെ ചോറും കഞ്ഞിയും വെക്കാം. അതെ അതെ. ഫ്രിഡ്ജിന് തണുപ്പിക്കാൻ വേറെ ഒന്നും നടക്കും. അതെ അതെ അതെ. അപ്പൊ ഇനി വേറെ എന്തെങ്കിലും ഒന്നുമില്ലല്ലോ? ഇല്ല. അപ്പൊ എല്ലാവരും വിളിക്കാം. നമ്പർ താഴെ കൊടുക്കുന്നുണ്ട്. അപ്പൊ ഓഫറും കാര്യങ്ങളൊക്കെ കൊടുക്കണിട്ടില്ല നിങ്ങള്? തീർച്ചയായിട്ടും കൊടുക്കും. ഞാനിപ്പോ നിലവിലെ ഏറെ കയറിയ പോലെ വീണ്ടും കയറേണ്ടി ഇല്ല. എല്ലാവർക്കും നമ്മൾ ഓഫർ സാധനം കൊടുക്കും. തെരഞ്ഞെടുത്ത് 25 പേർക്ക് ഗോൾഡ് കോയിൻ ഉണ്ട്. എല്ലാ പർച്ചേസും ഈ കാണുന്ന സമ്മാനമുണ്ട്. പിന്നെ കമ്പനിയുടെ സമ്മാനങ്ങൾ വേറെ ഉണ്ട്. ശരി. വേറെ പറയാനല്ലോ? ഇല്ല. അപ്പൊ എന്തൊരു ഭയം ഉണ്ടോ? ഓക്കെ.